ഞങ്ങള് വരാം മോളെ. താങ്ക്സ് ആന്റി. ഉമ്മ. അപ്പൊ നമുക്ക് നാളെ പോകാല്ലേ? ഉമ്മ, ഞാൻ ശാരദാമ്മയോട് പറഞ്ഞിട്ട് വരാവേ. ദേ, ബർത്ത്ഡേക്ക് സത്യയും സത്യയുടെ അമ്മയും എല്ലാരും വരുന്ന. ദേ, ഇനിയിപ്പോ പപ്പിമോക്ക് ഭക്ഷണം കഴിക്കാലോ. പൊന്നി അതിങ്ങ് കൊണ്ടോ. ആ. ഇങ്ങ് വാ. ഇങ്ങോട്ടിരി. അമ്മൂമ്മ വാരി തരട്ടെ പൊന്നൂന്. കഴിക്ക്. സന്തോഷായില്ലേ എന്റെ മുത്തിന്? സത്യഭാമയെ വിഡ്ഢിയാക്കിയെന്നാ എന്റെ ഭർത്താവിന്റെയും ശാലിനിയുടെ അനീതിയുടെ ഒക്കെ വിചാരം. അവള് നാളെ ഇങ്ങ് വരട്ടെ, അവളുടെ മോളെയും കൂട്ടിക്കൊണ്ട്. അവളെ ഇവിടെ നടിവേരിളക്കി എന്നേക്കുമായി പിഴുതു കളയുന്നത് എങ്ങനെയാണെന്ന് സത്യഭാമ കാണിച്ചു തരാം. കഴിക്ക്. ആ വെള്ളം ഇങ്ങോട്ട് താ. ഇങ്ങോട്ടോ. ദാ കുടിക്ക്. മതിയോ? മുഴുവൻ കഴിക്കണേ. ഇതൂടെ. ആഹാ, ആരെയോ കിനാവ് കാണുന്ന പോലുണ്ടല്ലോ. കാര്യം എന്താന്ന് ഇയാൾക്ക് ഊഹിക്കാമല്ലോ. ശാലിനിയില്ലേ? ശാലിനി വരും. എടോ, ശാലിനി ഇങ്ങോട്ട് ക്ഷണിക്കാൻ അമ്മ തീരുമാനിച്ചതൊരു നല്ല ലക്ഷണമായിട്ടല്ലേ ഇയാൾക്ക് തോന്നണേ? ശാലിനി അല്ലല്ലോ ക്ഷണിച്ചത്, പപ്പിമോള് സത്യ ക്ഷണിച്ചു. അക്കൂട്ടത്തിൽ അവളുടെ അമ്മയോടും വരാൻ പറഞ്ഞു. അതവള് കുട്ടിയായതുകൊണ്ടല്ലേ. ഓ, അങ്ങനെയാണോ? പാവം. അല്ല, ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ അല്ലാന്ന് ഇയാളൊന്ന് പറയടോ. ആരെങ്കിലും ഇപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു കേൾക്കുന്ന ഒരു ആശ്വാസമാണ്. മുങ്ങിച്ചാവാൻ തുടങ്ങുന്നവനൊരു കച്ചിത്തുരുമ്പ് വീണ് കിട്ടുന്ന പോലെ. നേരത്തെ അങ്ങനെയൊക്കെ പറയാൻ കമലിനുണ്ടായിരുന്നു, ശ്യാമയും രോഹിത്തും അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പപ്പിമോള് പോലെ എൻ്റെ ശത്രുവാ. കാരണം എന്താ? ഇയാള് കാരണം. വിഷ്ണുട്ടാ, ഇയാളെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. ശാലിനിയുടെ സ്ഥാനത്ത് അങ്ങനെ വേറെ ആരും കാണാൻ അവരെ കൊണ്ട് പറ്റില്ല. ഒരാശ്വാസമൊക്കെ പറയാൻ ഇപ്പൊ താൻ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്.
അങ്ങനെ ഒരു ആശ്വാസത്തിലാണല്ലോ താനും ദിവസങ്ങൾ തള്ളി നിൽക്കുന്നേ. ഹർഷൻ ഞാനിവിടെ നിന്നെ ഹർഷനെ ഒന്നിപ്പിക്കാനുള്ള ശ്രമത്തിലാണെന്ന് ഓർത്തോണം. ആ ഉപകാരസ്മരണയിൽ വേണം നീ സത്യാമ്മയുടെ വീട്ടിൽ ഓരോ കാര്യങ്ങളും ചെയ്യാൻ. ഇയാളെന്തൊന്നും മിണ്ടാത്ത? ഞാൻ ഹർഷനെ പറ്റി ആലോചിക്കുകയായിരുന്നു വിഷ്ണുവേട്ടാ. അറിയാം, ഹർഷനെ പറ്റിയിട്ട് ഒരുപാട് മധുര സ്വപ്നങ്ങളുണ്ടെന്ന്. രണ്ടുപേരും സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കല്ലേ. ഇപ്പം നമ്മളെ ശപിക്കുകയും വെറുക്കുകയും ചെയ്യുന്നവരെല്ലാം നമ്മുടെ ഈ നാടകം യഥാർത്ഥ പ്രണയത്തിന് വേണ്ടിയിട്ടാണെന്നറിയുമ്പോൾ പഴയതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കും. സ്നേഹിക്കുന്ന മനസ്സുകളെ തമ്മിലകറ്റുന്നേക്കാൾ വലിയ പാപമൊന്നുമില്ലടോ. ഞാനിപ്പോ അത് തിരിച്ചറിയുന്നുണ്ട്. ഏത് സ്വർഗത്തിന് വേണ്ടിയാണെങ്കിലും വിഷ്ണുവേട്ടന്റെയും ശാലിനിയുടെയും സ്വപ്നം തകർത്തുകൊണ്ട് കാർത്തികയ്ക്ക് ഒന്നും വേണ്ട മധുശ്രീ. മാപ്പ്. ഹലോ, ഇയാൾക്ക് എന്താ തോന്നുന്നത്? ഇതൊരു നല്ല സൂചന തന്നെയാ. ശാലിനി വരട്ടെ. സത്യാമ്മയും ശാലിനിയായിട്ടുള്ള അകൽച്ചയൊക്കെ മാറട്ടെ. ഹർഷൻ എത്തുമ്പോൾ സത്യാമ്മയ്ക്ക് ശാലിനിയെ സ്വീകരിക്കാൻ അത് കൂടുതൽ എളുപ്പമാകും. അതാ ഞാൻ പറഞ്ഞത്. ഹായ്. ഹായ്. ദേ, ഇഷ്ടപ്പെട്ട അലങ്കാരങ്ങളൊക്കെ? ആ ആഹാ, സത്യയുടെ പേരും ഉണ്ടല്ലോ. എല്ലാം വിഷ്ണുബ്രോയുടെ പ്ലാനിങ്ങാ. ഈ പ്ലാനിങ് ബുദ്ധിയൊന്നും എടുത്താടി കല്യാണം കഴിയുമ്പോ കണ്ടില്ലല്ലോ. കല്യാണത്തിന് ഇപ്പൊ എന്താ ഒരു കുഴപ്പം? എന്താ, ആർക്കൊന്നും പറയാനില്ലേ? കുഴപ്പം എന്താന്നേ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട ഭാമേ. എന്നാ പിന്നെ രാഘവേട്ടൻ പറയും, ഞാൻ കേൾക്കാം. ഒരു നല്ല ദിവസമായിട്ട് രണ്ടാളും കൂടി തുടങ്ങല്ലേ. ഡാ, അതോർത്തിട്ടാ ഞാൻ പലതും ക്ഷമിക്കുന്നത് കേട്ടോ. ആ ജന്തുവിന്റെ പേരിനൊപ്പം എന്റെ പപ്പിമോളുടെ പേര് ഇരിക്കുന്നതിനേക്കാൾ വൃത്തികേടായിട്ട് ഒന്നുമില്ല. സത്യമേ, ഈ ദിവസം ആരോടും പിണക്കൊന്നും വേണ്ടെന്ന നമ്മള്. സത്യമേ, സത്യാണോ ജന്തുന്ന് വിളിച്ചത്? അതെ, നിന്റെ സത്യാമ്മയ്ക്ക് വിവരമില്ലാത്തോണ്ടാ മോളെ. പ്രായമായി കരുതിയേ വിവരം ഉണ്ടാവണമെന്നൊന്നും ഇല്ലല്ലോ. രാഘവേട്ട, ഓ എടാ രോഹിത, പ്ലീസ് ഒരു സത്യം ഞാൻ പറഞ്ഞോട്ടെ. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ഇതിലും ഭേദമാ. ഇടയ്ക്കിടയ്ക്കെങ്കിലും ഒരു വെടിനിർത്തലും സമാധാനവും ഒക്കെ ഉണ്ട്.
ഇന്ന് ഒരു ദിവസമെങ്കിലും നമുക്കിവിടെ വെടി നിർത്താം ദേവി ചെയ്ത്. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ശരി, ഫ്ലെക്സ് ചെയ്യുന്നോ ഡെക്കറേഷൻ ചെയ്യുന്നോ ആ കുഞ്ഞിന്റെ പേര് മാറ്റുന്ന പ്രശ്നമേ ഇല്ല. രാഘവേട്ടൻ ഞാൻ ചടക്കത്തില്ല പനി കൂടുതൽ. അച്ഛാ, അതിഥികളൊക്കെ എത്തി തുടങ്ങി. ഇനിയെങ്കിലും ആ തോക്കൊന്ന് താഴെയിട്. അവർക്കും കൂടി വെടി കൊള്ളണ്ട. ഞാൻ വിടുന്നില്ല, പോരെ. ഞാൻ നിർത്തി, വാ പൂട്ടി, പോരെ. അപ്പോ ബർത്ത്ഡേക്ക് അവര് വരും. ആ വരണം രജനി, വാ 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 ശോഭേ വാ, വന്നാട്ടെ. ദാ ഇതാ ഞങ്ങളുടെ ബർത്ത്ഡേ ഗേൾ. ഹാപ്പി ബർത്ത്ഡേ മോളെ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അമ്മേ, അലങ്കാരങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ? അല്ല സത്യാമ്മേ, ആരാ ഈ സത്യ? അത് പപ്പിമോളുടെ കൂട്ടുകാരിയാ. അവളുടെയും ബർത്ത്ഡേ ഇന്ന് തന്നെയാ. ആണോ? ഇവർ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഇവിടെ വെച്ച് ഒന്നിച്ച് ആഘോഷിക്കാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. അത് കൊള്ളാലോ. കണ്ടില്ലേടി, സത്യാമ്മയ്ക്ക് ഈ ഹൃദയവിശാലത ഉണ്ടാവും. ഇവിടുത്തെ കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഒപ്പം അവളുടെ കൂട്ടുകാരിയുടെ ബർത്ത്ഡേയും കൂടി ആഘോഷിക്കുന്നു. അതും ഒരേ പരിഗണനയില്. ഇതൊക്കെ കണ്ട് പഠിക്കണം മറ്റുള്ളവര്. ആഭിജാത്യം തറവാടിത്തം എന്നൊക്കെ പറഞ്ഞാലേ എന്താ ഇതാ. ഇതൊക്കെ കൊണ്ടാ സത്യാമ്മ ഇപ്പോഴും ആർക്കും തോൽപ്പിക്കാനാവാതെ നാടിന്റെ നായികയായിട്ട് നിൽക്കുന്നത്. സിംഹം എപ്പോഴും സിംഹം തന്നെയാ. സത്യം പറഞ്ഞ പപ്പിമോളുടെ ബർത്ത്ഡേ ഈ വർഷം വലിയ ആഘോഷമാക്കണ്ടെന്ന് കരുതിയിരുന്നതാണ്. എല്ലാ വർഷവും ആഘോഷിക്കുന്നതല്ലേ. ഇത്തവണ ഏതെങ്കിലും അനാഥാലയത്തിൽ ഭക്ഷണം കൊടുക്കാനായിരുന്നു പ്ലാൻ. അപ്പോഴാ സത്യയുടെ ബർത്ത്ഡേ ഇന്നാണെന്ന് സത്യമ്മ അറിഞ്ഞത്. എന്നാ പിന്നെ രണ്ടാളുടെ ബർത്ത്ഡേ ഒന്നിച്ച് ആഘോഷിക്കാമെന്ന് തീരുമാനിച്ചു. ആ കുട്ടിക്കും അതൊരു സന്തോഷമാവട്ടെ എന്ന്. അതാ സത്യാമ്മയുടെ മനസ്സ്. പൊന്നി, എന്താ സത്യാമ്മേ? ഇവൻ രോഹിതന്നെ കളിയാക്കോളോടി. എവിടുന്ന്? സത്യാമ്മ സത്യയുടെ പേരൊഴിവാക്കാൻ പറഞ്ഞതൊന്നും ഇവിടെ ആർക്കും അറിയില്ലല്ലോ. പിന്നെ സത്യാമ്മയ്ക്ക് ചുളിവിൽ കുറച്ച് മൈലേജ് കിട്ടിക്കോട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എനിക്കും തോന്നി അതങ്ങനെ തന്നെയല്ലേ. അതേന്ന് പിന്നെ നിങ്ങൾക്ക് വേറൊരു രഹസ്യം അറിയോ? ഫ്ലെക്സിലും ഡെക്കറേഷൻസിലും ഒക്കെ മാത്രമല്ല, ബർത്ത്ഡേ കേക്കിലും രണ്ടുപേരുടെയും പേര് ഒന്നിച്ചാ വെച്ചിരിക്കുന്നത്. ഇതും മൈലേജ് തന്നെയാ സത്യാമ്മേ. മോളെ, സത്യനെ വിളിച്ചു നോക്ക്. അവള് വന്നിട്ടില്ല, നമുക്ക് ആഘോഷം തുടങ്ങാൻ പറ്റൂ. അച്ഛാ ആ ഫോണിൽ ദാ സത്യ, ആ പപ്പി, നിങ്ങൾ എത്താറായോ? അമ്മ നമ്മൾ എത്താറായോ? ഒരു 10 മിനിറ്റ് മോളെ.
ഒരു 10 മിനിറ്റിനുള്ളിൽ എത്തും പപ്പി. അതെ, സത്യം 10 മിനിറ്റിനുള്ളിൽ എത്തുന്ന്. പെട്ടെന്ന് വാ സത്യം. ആശാനെ ആശാൻ ആശാൻ ഓർഡർ ചെയ്ത ബർത്ത്ഡേ കേക്ക് റെഡി. പപ്പിയുടെ വീട്ടിൽ വെച്ച് ബർത്ത്ഡേ ആഘോഷിക്കുമ്പോ അച്ഛൻ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നല്ലേ അമ്മേ? അവിടെ നിന്റെ അച്ഛനുണ്ടല്ലോ മോളെ. ഹലോ അമ്മേ. മോളെ, അത് ശാലിനി അങ്ങോട്ട് എത്തിയോടി? ഇല്ലമ്മേ. ആ പപ്പിമോൾ ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉടനെ അവരെത്തൂന്നാ പറഞ്ഞേ. അല്ല എന്തു പറ്റിയമ്മേ? ഓരോന്ന് ആലോചിച്ചിട്ട് ഇരിക്കും പൊറുതിയില്ലടി. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ആലോചിച്ചിട്ട്. ഒന്നും പേടിക്കാനില്ലമ്മേ. സത്യമ്മയുടെ അറിവോടുകൂടിയല്ലേ കുഞ്ഞേച്ചി ഇങ്ങോട്ട് വരുന്നേ. പിന്നെന്താ? ആ പക്ഷേ അമ്മയ്ക്കും കൂടി വരായിരുന്നു. ഓ, വരണോന്ന് വിചാരിച്ചതാ. പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോ വേണ്ടാന്ന് വെച്ചു. എന്താമ്മേ? എടി, സത്യാമ്മയും ശാലിനിയും മുഖാമുഖം. അതിനിടയിൽ വിഷ്ണു വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണ്. ഇതെല്ലാം കൂടി എന്താവും ആലോചിച്ച് നോക്കിയപ്പോ ഒരു പരവേശം. അമ്മയ്ക്ക് അവിടെ ഇരുന്ന് ആലോചിച്ചാൽ മതിയല്ലോ. ചടങ്ങിന് വരാതെ ഇരിക്കാം. പക്ഷെ ഇതിനിടെ പെട്ടുകിടക്കുന്ന എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കമ്മേ. എനിക്ക് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാൻ പറ്റുമോ? മോളെ, ഓരോന്ന് ആലോചിക്കുമ്പോ ഭ്രാന്ത് വരും അമ്മേ. എപ്പോഴാ എങ്ങനെയാ ഈ കടങ്കഥയ്ക്കൊക്കെ പരിഹാരം ഒന്ന് ആലോചിക്കുമ്പോ. എല്ലാം ശരിയാവും മോളെ. എങ്ങനെ ശരിയാവോ അമ്മേ? പപ്പി എന്റെ മോളല്ലെന്നുള്ളതല്ലേ സത്യം. എടി മോളെ, അതൊക്കെ ശരിയാവും. നീ ഒന്ന് സമാധാനിക്ക്. നമുക്ക് എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്താം. അമ്മേ ഞാൻ പിന്നെ വിളിക്കാം. എടി എടി മോളെ, ഇവൾ കട്ട് ചെയ്തോ? എന്താടി ഞാൻ ഈ കേട്ടത്? എന്താ സത്യമ്മേ? ദേ, എനിക്ക് മുമ്പിൽ ഒളിച്ചു കളിക്കാൻ നോക്കല്ലേ. ഞാനോ? ദേ, കളിക്കല്ലേ ശ്യാമേ. പപ്പി നിന്റെ മകളല്ലെന്ന് പറയുന്നത് ഞാൻ എന്റെ ഈ ചെവി കൊണ്ട് കേട്ടതാ. ഇത്രയും നാള് നീ ഞങ്ങളെയൊക്കെ വഞ്ചിക്കായിരുന്നോ? ദേ, എന്തൊക്കെ ക്ഷമിച്ചാലും കള്ളം പറയുന്നതും ചതിക്കുന്നതും ഞാൻ ക്ഷമിക്കില്ല. എങ്കിൽ പറ, സത്യം എന്താ? പറയാൻ
ശ്യാമേ നിങ്ങളല്ല പറയാൻ പറഞ്ഞത്.